അധികം ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും വാട്സപ്പിനകത്തുള്ള പല സെറ്റിങ്സുകളും പല ആൾക്കും അറിയില്ല. നിങ്ങൾക്കറിയാൻ സാധിക്കും, നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാട്സപ്പിലെ 25 ടിപ്സുകൾ, അതായത് ഒരു പ്രൊഫൈൽ എടുത്ത് അതിനകത്തുള്ള 25 ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ, ഏകദേശം 1 മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാലും ചില ആളുകളൊക്കെ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സുകൾ പലർക്കും അറിയില്ല. വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക, അത് റീപ്ലൈ കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സെറ്റിങ്സുകളൊന്നും അധികം ആൾക്കും അറിയില്ല. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ആഡ് ഷോർട്ട് കട്ട് എന്നുള്ള ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പല ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതെന്താണ്, അതെന്തിനു ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കറിയാൻ സാധിക്കും, നമ്മളെല്ലാവരും വാട്സപ്പിൽ ചാറ്റുകൾ പിൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ വാട്സപ്പിൽ ഞാൻ 7 മെസ്സേജോളം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ സാധിക്കും 7 ചാറ്റ് ഗ്രൂപ്പുകൾ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വാട്സപ്പിൽ 3 അക്കൗണ്ട് മാത്രമല്ലേ പിൻ ചെയ്യാൻ സാധിക്കുള്ളൂ, എങ്ങനെ 7 മെസ്സേജുകൾ പിൻ ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് എത്ര ചാറ്റുകൾ വേണമെങ്കിലും, എത്ര വ്യക്തികൾ വേണമെങ്കിലും നമുക്ക് പിൻ ചെയ്ത് വെക്കാമെന്നുള്ളത്. ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് വെക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എത്ര നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ പിൻ ചെയ്ത് വെക്കാമെന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനും കാണാൻ സാധിക്കും 7ഓളം ചാറ്റുകൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ചാറ്റ് ലോങ് പ്രസ് പിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പിൻ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പിൻ ചെയ്ത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വ്യക്തികൾ നമ്മുടെ മുന്നിൽ കാണുകയും നമുക്ക് അവരെ പെട്ടെന്ന് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ ആ വ്യക്തി ഒരുപാട് താഴോട്ട് പോകാതെ ഏറ്റവും മുകളിൽ പിൻ ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ കാണിക്കും. നമുക്ക് ഉടനെ അയാൾക്ക് മെസ്സേജ് ചെയ്യാനും അയാളുടെ മെസ്സേജുകൾ ഉടനെ നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കും. ശേഷമാണ് നമ്മൾ താഴോട്ട് നമുക്ക് മറ്റ് മെസ്സേജുകൾ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഇതിനുള്ള സൗകര്യം. പക്ഷെ ആ ഒരു ഫീച്ചേഴ്സിന് സമാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പിൽ നമ്മളൊരു പ്രൊഫൈൽ എടുത്ത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രൊഫൈലിന് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ആഡ് ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തിയോട് പെട്ടെന്ന് ചാറ്റ് ചെയ്യണം. ഇപ്പോൾ വാട്സപ്പ് തുറന്ന് ആ വ്യക്തിയെ കണ്ടുപിടിച്ച്, അതല്ലെങ്കിൽ നിങ്ങൾ പിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ വ്യക്തിയുടെ പിൻ ചെയ്ത ഭാഗത്ത് പോയി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ ചാറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ചാറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണിത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഏത് വ്യക്തിയോടാണ് ഇത്തരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ചാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ഷോർട്ട് കട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഓപ്ഷൻ വരും. ചില മൊബൈൽ ഫോണിൽ ആഡ് ഷോർട്ട് കട്ട് എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ആഡ് ഷോർട്ട് കട്ടായി മാറും. ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ ആഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലേ ആ ഒരു ഓട്ടോമാറ്റിക് ഷോർട്ട് കട്ടിലേക്ക് നീങ്ങുള്ളൂ. ഇപ്പം ഞാനിവിടെ ആഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ. ഇവിടെ നമുക്ക് ആ വ്യക്തിയുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ആഡ് ഷോർട്ട് കട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ മറ്റൊരു മൊബൈൽ നമ്പറാണ്. ഇപ്പം കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പിൽ എൻ്റെ ആ ഒരു പ്രൊഫൈലിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്ര വ്യക്തികൾ വേണമെങ്കിലും ആഡ് ഷോർട്ട് കട്ട് ചെയ്യാം. നിങ്ങൾ ഇത്തരത്തിൽ എത്ര വ്യക്തികളെയാണോ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ അത്ര വ്യക്തികൾക്ക് ഇതുപോലെ ആഡ് ഷോർട്ട് കട്ട്, ഇപ്പം ഞാൻ കാണിച്ച പോലെ ആഡ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ കൂടെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫോൾഡറിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വെക്കാനോ സാധിക്കും. ഇനി നമുക്ക് ആ വ്യക്തിയോട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. നേരെ വാട്സപ്പിലോട്ട് പോയി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട, വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് ചാറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ നമ്മൾ ആ പ്രൊഫൈൽ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു ആഡ് ഷോർട്ട് കട്ടിൽ വന്ന ഈ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നേരെ വാട്സപ്പിലോട്ട് പോകും. വാട്സപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് പോകും. ഉടനെ ഇവിടുന്ന് ചാറ്റ് ചെയ്യാനും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ നിന്ന് പുറത്തു പോകാനും സാധിക്കും. അതായത് വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കണ്ടെത്തി ചാറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡയറക്റ്റ് അയാളോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇതുപോലെ ആഡ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ കാണിക്കും. തീർച്ചയായിട്ടും ഓൺലൈനിൽ കാണിക്കും. നമ്മൾ വാട്സപ്പിൽ പോയിട്ട് തന്നെയാണ് അദ്ദേഹത്തോട് ചാറ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഫീച്ചർ കൊണ്ട് ഉപയോഗം. ഇനി ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ വേണ്ട, ഡിലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഈ പ്രൊഫൈൽ
ഒന്ന് ലോങ് പ്രസ് പിടിക്കുക. ശേഷം ഏറ്റവും മുകളിൽ റിമൂവ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. ചില മൊബൈൽ ഫോണിൽ ഏറ്റവും താഴെ ഭാഗത്തായിരിക്കും. ആ ഒരു റിമൂവ് എന്ന് കാണുന്ന ഭാഗത്തേക്ക് കൊണ്ടിട്ടാൽ മതി, ആ പ്രൊഫൈൽ അങ്ങ് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. പക്ഷേ അപ്പോൾ നിങ്ങളൊരു സംശയം ഉണ്ടാകും, വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അവിടെ ഉണ്ടാകുമോ എന്നുള്ളത്. ഒരു സംശയം വേണ്ട, വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.